ഇനി സിദ്ധാർത്ഥിന് വന്ന കോളുമായി ബന്ധപ്പെട്ട് ഷൈനിക്ക് അപമാനകരമായ എന്തെങ്കിലും സാഹചര്യം കാണുമോ? അങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ. സർ, മരിച്ചുപോയ ഒരാളെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. ഷൈനി അത്തരക്കാരിയല്ല. മാത്യു എന്തീ പറഞ്ഞു വരുന്നത്? നയന നേരത്തെ പറഞ്ഞ ഒഴിവായി. ഷൈനി അത്തരക്കാരി അല്ല താനും. ഫിദയെ മാത്യുവിന് സംശയമില്ല. പിന്നെ ഈ ഗ്രൂപ്പിൽ ബാക്കിയുള്ളത് ഞാനും ആനിയുമാണ്. അപ്പൊ ഞങ്ങളിൽ ഒരാളാണോ അത്? സ്വന്തം ഭാര്യ വലിയ വിശ്വാസമാണ്. അല്ലെങ്കിലും ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലാണല്ലോ കാണാൻ രസം. എനിക്ക് എൻ്റെ ഭാര്യ വിശ്വാസമായിരുന്നു. നിനക്ക് എൻ്റെ ഭാര്യ വിശ്വാസമാണെങ്കിൽ നീ പറഞ്ഞു. എനിക്ക് വരുന്ന വിശ്വാസമാണ്. സക്കരയ്ക്ക് എങ്ങനെ? സക്കര എന്താ മിണ്ടായിരിക്കുന്നേ? എന്നെ സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാനങ്ങനൊന്നും വിചാരിച്ചില്ല. ആ, റഹീമിന്റെ കോളാ. ആ റഹീമെ പറ. സാറേ, ഷൈനയുടെ ഫോണിൽ 4 ഔട്ട് ഗോയിങ് കോൾസും 2 ഇൻകമിംഗ് കോൾസും ഉണ്ട്. ഷൈനി അങ്ങോട്ട് വിളിച്ചത് ആനി, ജിതേഷ്, സിദ്ധാർത്ഥ്, പിന്നെ ജോൺ. ഇതില് ജോൺ 2 തവണ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ജോണുമായിട്ടുള്ള ഈ കോൾസിന്റെ ടൈം ഒന്ന് പറയാം. സാറേ, ഷൈനി ജോണിനെ വിളിച്ചത് 8:45, 4 മിനിറ്റ് 10 സെക്കൻഡ് ഡ്യൂറേഷൻ. ജോൺ തിരിച്ചു വിളിച്ചത് 8:50-നും 8:58-നും. രണ്ടും 1 മിനിറ്റ് താഴെയുള്ള കോളുകളാ. മുഴുവൻ കോൾസിന്റെയും ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യ്. ഷുവർ സർ. ഷൈനി സിദ്ധാർത്ഥിനെയും ജിതേഷിനെയും ആനയെയും വിളിച്ചത് എന്തിനാണെന്ന് നമുക്കറിയാം. എന്തിനായിരിക്കും ജോണിനെ വിളിച്ചത്? മാത്യു, ജോണിന് ഞാനൊരു മെസ്സേജ് അയക്കുക. ഷൈനി പറഞ്ഞ കാര്യം വിശദമായി സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. കോൾ മീ ബാക്ക്. മറുപടി വരട്ടെ. ആ സമയം കൊണ്ട് സിദ്ധാർത്ഥെ ഫ്രണ്ടിനെ ഒന്നോടെ വിളിക്കേ. ശരി സർ. ഹലോ. എടാ, നീ നേരത്തെ വിളിച്ചപ്പോ ഞാൻ ഒരു പരിപാടിയിലായിരുന്നു. എടാ നീയൊക്കെ എന്നാ കോപ്പിലെ കളിയാണ് കളിച്ചേ? ഇവിടെ ആകെ പ്രശ്ന. നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞ ബെസ്റ്റ്. എടാ, നീ എന്തിനാ വെല്ലോന്റെ ഗർഭെടുത്ത് നിന്റെ തലയെ വെക്കുന്നേ? നീ മുമ്പ് എന്നോട് പറഞ്ഞാ പോരെ? അങ്ങനെ നിന്റെ ലൈഫ് കോഞ്ഞാട്ടാക്കി മറ്റുള്ളവരെ രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ജിതേഷിന് വേണ്ടി മരുന്ന് വാങ്ങിച്ചെന്ന് വാ തുറന്ന് പറയണ പൊട്ട. അവൻ പൊളിയിട്ടാ. എടാ ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ശരി. കളി മാറിയല്ലോ ജിതേഷേ. സർ പച്ച കള്ളമാണ് സാർ പറയുന്നത്. എന്തിനാ സിദ്ധു എന്റെ പേര് ഇതിലേക്ക് വലിച്ചയക്കുന്നത്? ആരാ കള്ളം പറയുന്നതെന്ന് കണ്ടുപിടിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത്. കുറ്റകൃത്യം പോലെ ശിക്ഷാർഹമാണ് അത് മറച്ചു വയ്ക്കുന്നത്. എന്താ ശരിക്കും ഉണ്ടായത്? അല്ലേ വേണ്ട, നമുക്ക് ആരതിയോട് ചോദിക്കാം. ആരതി നല്ല കൊച്ചല്ലേ, കള്ളം പറയത്തില്ല. പറ. ജോണായിരിക്കും. വോയിസ് മെസ്സേജാണ്. ഷൈനി ഞാനുമായിട്ടുള്ള ഇടപാടിനെ കുറിച്ച് നിനക്കൊരു ചുക്കും അറിയില്ലെന്ന് നിന്റെ ഫസ്റ്റ് മെസ്സേജ് കണ്ടാൽ മനസ്സിലാവും. എന്താ സംഗതി എന്ന് അറിയാനാ നീ പരാക്രമം കാണിക്കുന്നത് എനിക്കറിയാം. ഫസ്റ്റ് മെസ്സേജിൽ എന്താ? കുറെ ചീത്ത തിരിച്ചു വിളിച്ചു, കാശ് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഷൈനി ജോണിനെ വിളിച്ച് കാശിന്റെ കാര്യത്തിൽ എന്തോ ധാരണയാക്കിയിട്ടുണ്ട്. അതാ മാത്യുവിന് ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞു. വരട്ടെ, അതെന്താ നമുക്ക് ജോണിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഫിദ, ആ ഓൺലൈൻ വാർത്തയുണ്ടല്ലോ ഷൈനിയുടെ മരണത്തെക്കുറിച്ച്, അന്ന് ജോണിന് ഫോർവേഡ് ചെയ്ത് കൊടുക്ക്. ജോൺ തിരിച്ചു വിളിക്കും. ആരതി, നേരത്തെ കേട്ട സംഗതി ഉണ്ടല്ലോ ജിതേഷിന്റെ കാര്യം, റൂമിൽ വെച്ച് സിദ്ധാർത്ഥ അത് ആരതിയോട് പറഞ്ഞായിരുന്നു. ആരതി പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ പറഞ്ഞതാണ് സത്യം. ജിതേഷിന് വേണ്ടിയിട്ടായിരുന്നു അത്. അവൻ ഇടപെട്ട നയനയുടെ ചെവിയിൽ അങ്ങനെ എത്തോന്ന് പേടിച്ചിട്ട് അവൻ എന്നെ കൊണ്ട് ചോദിപ്പിച്ചത്. ഞാനാണെങ്കിൽ ബാച്ചിലറും ആണല്ലോ. ഞാൻ ഇപ്പൊ ജിതേഷിനെ വിളിച്ചു വരുത്തി നിന്റെ മുമ്പിൽ വെച്ച് സമ്മതിപ്പിക്കാം. ആരതി, സത്യമായിട്ടും എന്റെ അമ്മയാണ്, ഞാൻ വിശ്വസിക്കുന്ന സകല ദൈവങ്ങളാണ്. അതാ സത്യം. ഇതൊന്ന് ആ ഗ്രൂപ്പിൽ പോയി പറഞ്ഞു നോക്ക്. രക്ഷപ്പെടാനായിട്ടൊരു കഥ ഉണ്ടാക്കി തന്നെ ജിതേഷ് പറയും. ബാക്കിയുള്ളവർ അതേ വിശ്വസിക്കും. ജിതേഷ് എന്തായാലും വന്ന് നിന്നോട് സമ്മതിക്കും, അതെനിക്ക് ഉറപ്പാ. ഓ, അപ്പൊ പെണ്ണാരാ? ആരതി, സത്യമായിട്ട് എനിക്ക് അറിയില്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളാ. അതിന്റെ അപ്പുറത്തേക്കൊന്നും ചോദിക്കരുതെന്ന് ജിതേഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദേ, ജിതേഷിനൊപ്പം ആ സ്ത്രീയും കൂടെ ഇവിടെ വന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. സുഹൃത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ആളല്ലേ.
നിങ്ങൾ വിളിച്ച് അവർ വരും. ചെല്ല സിദ്ധാർത്ഥ്, ഇവിടെ വെറുതെ ഇരുന്ന സമയം കളയണ്ട. നീയും ജിതേഷും കൂടെ മുമ്പ് ഇങ്ങനല്ലല്ലോ പറഞ്ഞേ. സർ, ജിതേഷ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മാറ്റി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ശരിക്കും സത്യം ഇതാണ്. നിന്റെ ഫോൺ ആ നാറി സജീഷ് മൊത്തം കുളവൊക്കെയല്ലോടാ. അവൻ എന്തിന്റെ കഴപ്പായിരുന്നു? ജിതേഷ്, അവൻ അറിയുന്നൊന്നുമല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അകത്ത് ആരതി ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക. നീ അതെങ്ങനെ ഡീലൊന്നും എനിക്ക് പറഞ്ഞാ. ഇല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടെ വിളിച്ച് പറഞ്ഞു. പ്രശ്നമാക്കല്ലേ പ്ലീസ്. എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. സത്യം, നീ തൽക്കാലം അരുതെടുത്തോട്ട് പോ ചെല്ലേ. എന്നിട്ട് ജിതേഷ് എന്തെങ്കിലും പരിഹാരം പറഞ്ഞായിരുന്നോ? ഇല്ല സർ. അതെന്താ? സർ, ഞാൻ ആരതിയോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ജിതേഷ് അവരെയും കൂട്ടി വന്നല്ലേ വിശ്വസിക്കുന്ന ആരതി പറഞ്ഞു. ഞാൻ അന്നേരം ജിതേഷിനെ വിളിച്ചിരുന്നു. അത് സത്യ. എന്നെ മാന്യത പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാ ഇയാൾക്ക് സിദ്ധുവിന്റെ കോള് വന്നത്. എന്നാലും നമ്മുടെ ഒരു മാന്യത കീപ്പ് ചെയ്യേണ്ടതിനാ. നീ അങ്ങനൊന്നും പറയണ്ടായിരുന്നു. പറടാ. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. സിദ്ധുവാ ആകെ പ്രശ്നത്തില. ഓരോ തലവേദനകൾ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സാർ, ഇല്ല സാർ, ഇത് സിദ്ധുവിന് രക്ഷപ്പെടാൻ എന്നെ കൊടുക്കാനും കള്ളം പറയുന്നത്. അതിനെന്റെ ഭാര്യയും കൂട്ടേക്ക് നല്ലതാ. സാർ, കള്ളം പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? നിന്നെ കൊടുക്കാനാണെങ്കിൽ സിദ്ധാർത്ഥിന് ആദ്യമേ നിന്റെ പേര് പറയായിരുന്നു. ആ മെഡിക്കൽ റെപ്പ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ സിദ്ധാർത്ഥ് ഒരിക്കലും നിന്നെ കാണിച്ചു കൊടുക്കില്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തോ ധാരണയുണ്ട്. പറ, എന്തായിരുന്നു അത്? എത്ര വലിയ കൂട്ടുകാരനായാലും നിന്നെ കള്ള എന്ന് വിളിക്കുന്ന ഒരുത്തരെ സംരക്ഷിക്കരുത്. അവസാനം നീ കൊടുങ്ങും. അതുകൊണ്ട് പറ. ജിതേഷേ, ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. നീ ആരാന്ന് വെച്ചാൽ അവരെയും കൂട്ടി വന്ന് ആരുടെ അടുത്ത് കൺഫസ് ചെയ്യണം. അവള് കല്യാണം വരെ ഡ്രോപ്പ് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്ന. എന്റെ പൊന്നു സിദ്ധു, എനിക്ക് ശ്വാസം വിടാൻ കുറച്ച് സമയം എന്താ. നിനക്ക് കുഴപ്പമൊന്നും വരാൻ ഞാൻ നോക്കിക്കോളാം. ഇത് വെറുതെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ? അളിയ, ഞാൻ ആരുടെ അടുത്ത് സംസാരിക്കാം. ജിതേഷ്, നീ ഇത് ഒറ്റയ്ക്ക് വന്നാൽ തീരത്തില്ല. അളിയ, ഞാൻ ഇതുവരെ നിന്റെ അടുത്ത് ആളാരാന്ന് ചോദിച്ചിട്ടില്ല. നീ ആരാന്നെങ്കിലും പറ. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയി സംസാരിക്കാം. ഞാൻ തന്നെ സംസാരിക്കാം. ഞാൻ തന്നെ വിളിച്ചോണ്ട് വരാം. അളിയപ്പ ചെല്ലേ. ശരിയാണോ? അതെ. എന്താ ജിതേഷിന്റെ നിലപാട്? കള്ളം പറഞ്ഞ് ഇനിയും പിടിച്ചു നിൽക്കാനാണോ പ്ലാൻ? സർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. എനിക്കും എൻ്റെ കൂട്ടുകാർക്കും പൊറുക്കാൻ പറ്റാത്ത ചതിയാണ് ഞാൻ കാണിച്ചത്. ഡോ പ്രസംഗം നിർത്തിട്ടെ നീ കാര്യം പറ. എടാ, അതൊക്കെ നമ്മൾ പണ്ടേ നിർത്തിയതല്ലേ. വീണ്ടും ഇതിങ്ങനെ പൊങ്ങി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആളാരാണെന്ന് സിദ്ധു ഇപ്പം തന്നെ പറയണമെന്ന് പറഞ്ഞ് നീ എന്തിനാ സീൻ ഓവറാക്കിയത്? പിന്നെ ഞാൻ മിണ്ടാ തലകുനിച്ചിരുന്ന അവരെന്നെ സംശയിക്കില്ലേ? ഇപ്പൊ അവർക്ക് എന്നെ സംശയം കാണില്ല. സിദ്ധുവിന് അറിയില്ലല്ലോ. ഇതുവരെ അറിയില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ജിതേഷേ, നീ എന്നെ ചതിക്കോ? ഇത് ചതിക്കുന്ന പ്രശ്നമൊന്നും അല്ല ഷൈനി. നമുക്കിതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണം. ആദ്യം സിദ്ധുവിന്റെ കാര്യം. അവന്റെ കല്യാണം വരെ കുഴപ്പത്തില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കൂടെ പോയി ആരതി ഒന്ന് കൺവിൻസ് ചെയ്യാം. എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ? ശരിക്കുള്ള കാര്യം പറയാം. എടാ, നിനക്കിതെങ്ങനെ എന്നോട് പറയാൻ തോന്നേ? വേറെ ആൾക്കാരോട്, അതും ഒരു പെണ്ണിനോട് ഞാനിതൊക്കെ എങ്ങനെ ഏറ്റു പറയാനാ? ഞാനിപ്പോ സേഫാ. അല്ലെങ്കിൽ നീ എന്നെ ചതിക്കണം. ജിതേഷേ, അങ്ങനെ സംഭവിച്ച ഞാൻ ചത്തുകളെ.